എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു പുതിയൊരു മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മെയ് 1 നമ്മൾ മെയ് 1 വീക്ക് തൊട്ടാണ് പ്രോപ്പറായിട്ട് ഈ ഒരു ക്ലാസ് തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നമ്മളോട് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ LDക്ക് നമ്മുടെ ശരിക്ക് ഒരു 4 മാസം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകണം. എന്തൊക്കെയാണ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ SCRT കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകണം. അതുപോലെ തന്നെ നമ്മളെ സിലബസ് ബേസ്ഡ് ടോപ്പിക്ക് നമ്മൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ വെച്ചിട്ട് കവർ ചെയ്ത് പോകണം. ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ തൊഴിൽ വാർത്ത, PSC ബുള്ളറ്റിൻ, ഇതും നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്ത് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി എന്ത് ചെയ്യാണ്, തൊഴിൽ വാർത്തയിലെയോ അതുപോലെ PSC ബുള്ളറ്റിലെയും ഓരോ പോർഷൻസ് വീതവും SCRT ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ നമ്മൾ ടോപ്പിക്കും മലയാളവും ഇംഗ്ലീഷും അടക്കം നമ്മൾ വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പം ഇത്രയും ടോപ്പിക്ക് നമ്മൾ ഒരു ദിവസം ഇടുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവും, വീഡിയോ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് വായിച്ച് പോകുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്, അതുപോലെ തന്നെ നമുക്ക് വായിക്കാനുള്ള ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്ലേ ചെയ്ത് വെച്ചിട്ട് കേട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടെ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് കേൾക്കുക, ഇനി വരുന്ന വീഡിയോസും എന്ത് ചെയ്യുക, കേൾക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സാണ് എടുത്തേക്കുന്നത്. ഈ കെമിസ്ട്രിയും ഫിസിക്സൊക്കെ 9, 10 ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുക. ബാക്കി എല്ലാ സബ്ജക്റ്റും നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓർമ്മയിൽ നിൽക്കുന്ന സബ്ജക്റ്റാണ് SCRTക്കകത്ത്. സോഷ്യലാണെങ്കിലും ബയോളജി ആണെങ്കിലും, ബയോളജി കുറച്ച് പാടാണ്, എന്നാലും സോഷ്യലും ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ കുറച്ച് എളുപ്പമാണ്. പക്ഷേ സയൻസ് സബ്ജക്റ്റുകളിലേക്ക് വരുമ്പം കുറച്ച് പാടാണ് നമ്മുടെ മൈൻഡിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ 3 മാർക്കാണ് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഉള്ളത് എങ്കിൽ കൂടിയും SCRT ആണ് കൂടുതലായിട്ടും ഈ ഫിസിക്സും കെമിസ്ട്രിയും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് SCRT തീർക്കാൻ പോകുന്നത് ഫിസിക്സും കെമിസ്ട്രിയാണ്. ഞാനിന്ന് എടുത്തിരിക്കുന്നത് കെമിസ്ട്രിയാണ്. ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇന്ന് കവർ ചെയ്ത് പോകാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് നോക്കാം. അപ്പോൾ എന്താണ് ആറ്റം എന്ന് പറഞ്ഞാൽ, തന്മാത്രകളെ വീണ്ടും ചെറുതാക്കാൻ പറ്റും. അപ്പോൾ കിട്ടുന്ന അതിസൂക്ഷ്മ കണങ്ങളെയാണ് നമ്മൾ ആറ്റങ്ങൾ എന്ന് പറയുന്നത്. തന്മാത്രകളെ എന്താക്കാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും. അതിസൂക്ഷ്മ കണങ്ങളെയാണ് നമ്മൾ ആറ്റങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ തന്മാത്രകളെ ചെറുതാക്കാൻ പറ്റും. ആ ചെറുതാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആറ്റം. ഓരോ തന്മാത്രയും അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 1807 ജോൺ ഡാൾട്ടൺ ആറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചു. അപ്പോൾ ആറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്, ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ ഏത് വർഷമാണ്, 1807 ആറ്റോമിക് സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ചത്. ഓക്കെ, ഇനി ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തം എന്താണ്, ശാസ്ത്രീയമായ തെളിവുകളുടെയോ പിൻബലമോ ഈ ഒരു പരീക്ഷണത്തിന് ഉണ്ടായിരുന്നില്ല. അതായത് യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ ചില കാഴ്ചപ്പാടുകളാണ് ജോൺ ഡാൾട്ടൺ മുന്നോട്ട് വെച്ചത്. ഇതിന് പരീക്ഷണ നിരീക്ഷണങ്ങളുടെയോ ശാസ്ത്രീയമായ തെളിവുകളുടെയോ പിൻബലം ഉണ്ടായിരുന്നില്ല. അപ്പം ജോൺ ഡാൾട്ടൺ പറഞ്ഞ ആറ്റോമിക സിദ്ധാന്തത്തിന് പരീക്ഷണ നിരീക്ഷണങ്ങളുടെയോ അല്ലെങ്കിൽ തെളിവുകളോ പിൻബലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. തെളിവുകളുടെയോ പരീക്ഷണങ്ങളുടെയോ പിൻബലമൊന്നും അതിനുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും പദാർത്ഥ നിർമ്മിതിയുടെ അടിസ്ഥാനത്തെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും ഏറെക്കുറെ യുക്തിസഹമായ വിശദീകരണം നൽകാൻ ഈ സിദ്ധാന്തത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പദാർത്ഥ നിർമ്മിതിയുടെ അടിസ്ഥാനം, അതാണല്ലോ ആറ്റം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചും ഉള്ള സവിശേഷതകളും യുക്തിസഹമായ വിശദീകരണം നൽകാൻ ആർക്ക് പറ്റിയിട്ടുണ്ട്, ജോൺ ഡാൾട്ടന് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിദ്ധാന്തം ശാസ്ത്രലോകത്ത് വർഷങ്ങളോളം സ്വീകാര്യമായി നിന്നു. അപ്പോൾ എന്തൊക്കെയാണ് ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക് സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക് സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങളാണ്, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ എല്ലാ പദാർത്ഥവും എന്താണ്, ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ആറ്റത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, രാസപ്രവർത്തന വേളയിൽ വിഭജിക്കാൻ കഴിയില്ല. അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഓക്കെ, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അപ്പോൾ എന്തിലൊക്കെ സമാനമായിരിക്കും ഒരു മൂലകത്തിലെ ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ഗുണത്തിൽ, വലിപ്പത്തിൽ, മാസിൽ. ഇനി വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. വ്യത്യസ്ത മൂലത്തിൻ്റെ ആറ്റങ്ങൾ എന്തായിരിക്കും, വ്യത്യസ്ത ഗുണവും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്നാണ് ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്ത പ്രകാരം പറയുന്നത്. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ് എന്താണ് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം അല്ലെങ്കിൽ ഉൾപ്പെടാത്തവ ഏതെല്ലാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഒരു പദാർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ
ആറ്റം എന്ന് പറയുന്ന കണികകളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആറ്റത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, രാസപ്രവർത്തന വേളയിൽ വിഭജിക്കാൻ കഴിയില്ല എന്നാണ് ഡാൾട്ടൺ പറയുന്നത്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. രാസപ്രവർത്തന വേളയിൽ വിഭജിക്കാൻ പറ്റില്ല, നിർമ്മിക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അതുപോലെ ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾ ഒരേ ഗുണവും വലിപ്പവും മാസവും ഉണ്ടാവും. എന്നാൽ വ്യത്യസ്ത ഗുണത്തിൻ്റെ ആറ്റങ്ങൾ എന്തായിരിക്കും, വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണമായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണെന്ന് ജോൺ ഡാൾട്ടൺ പറഞ്ഞിരിക്കുന്നത് ആറ്റമാണ്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നിട്ട് എന്തുണ്ടാവും, സംയുക്തങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആറ്റങ്ങൾ ചേർന്ന് സംയുക്തങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇനി ജോൺ ഡാൾട്ടൺ 1766 ജനിച്ച് 1844 അന്തരിച്ച വ്യക്തിയാണ് ജോൺ ഡാൾട്ടൺ. ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജോൺ ഡാൾട്ടൺ. ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു, അതാണ് ഡാൾട്ടനിസം. അപ്പോൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖം ആർക്കുണ്ടായിരുന്നു, ജോൺ ഡാൾട്ടൺ ഉണ്ടായിരുന്നു. ആ അസുഖത്തെ വിളിക്കുന്ന പേരാണെന്ത്, ഡാൾട്ടനിസം. ഓക്കെയാണേ. അപ്പോൾ ഏത് വർഷമാണ് ജോൺ ഡാൾട്ടൺ ആറ്റോമിക് സിദ്ധാന്തം കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ 1807 ആറ്റോമിക് സിദ്ധാന്തം. അതിനെന്തുണ്ടായിരുന്നില്ല, പരീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളുടെ ഒന്നും പിൻബലം ഉണ്ടായിരുന്നില്ല. ഓക്കെയാണ്. എന്താണ് നമ്മൾ ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ വിരുദ്ധമായ ആശയങ്ങളിലേക്ക് നയിച്ചത്? നമ്മളിപ്പോൾ പറഞ്ഞു ആറ്റത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. അതുപോലെ രാസപ്രവർത്തന വേളയിൽ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആറ്റത്തെ വിഭജിക്കാനാകുമോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. ശാസ്ത്രജ്ഞർ നടത്തിയ ഒട്ടേറെ നിരീക്ഷണ ഫലങ്ങൾ ആറ്റോമിക സിദ്ധാന്തത്തിന് വിരുദ്ധമായ ആശയങ്ങളിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. അതായത് ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണങ്ങളാണ് എന്ത് ചെയ്തത്, ഈ ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ വിരുദ്ധമായ ആശയങ്ങളിലേക്ക് നയിച്ചത്. നമ്മൾ ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ ആണ്. 1807 കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന് ഡാൾട്ടനിസം ഉണ്ട്, അല്ലെങ്കിൽ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി. ഹംഫ്രി ഡേവി ജനിച്ചത് 1778 829 മരിച്ചു. ഇമ്പോർട്ടൻ്റ് അല്ല. വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്ത വ്യക്തിയാണ് ആര്, സർ ഹംഫ്രി ഡേവി. എങ്ങനെ നമുക്ക് പഠിക്കാം, നമ്മൾ വൈദ്യുതി ഉപയോഗിച്ച് കുറേ മൂലകങ്ങൾ ഫ്രീ ആക്കി എന്ന് പഠിച്ചാൽ മതി. ഹംഫ്രി ഡേവി. അപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് കുറേ സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങളെ വേർതിരിച്ചെടുത്ത അല്ലെങ്കിൽ ഫ്രീ ആക്കിയ ആളാണ് ആര്, ഹംഫ്രി ഡേവി. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ എന്നിവയൊക്കെ, അതായത് പൊട്ടാസ്യം ആണെങ്കിലും സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോണൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വൈദ്യുതി ഉപയോഗിച്ച് വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് ആര്, ഹംഫ്രി ഡേവി. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം ഏറ്റെടുത്തത്. അപ്പോൾ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന പരീക്ഷണങ്ങൾ ആരേറ്റെടുത്തു, സർ ഹംഫ്രി ഡേവി ഏറ്റെടുത്തു. ഈ പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പദാർത്ഥങ്ങളിൽ എന്തുണ്ട്, വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്ന് ആർക്ക് മനസ്സിലായി, ഹംഫ്രി ഡേവിക്ക്. ഈ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന പരീക്ഷണം നടത്തിയതിലൂടെ പദാർത്ഥങ്ങളിൽ വൈദ്യുതിയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഹംഫ്രി ഡേവി തിരിച്ചറിഞ്ഞു. 2 തരം വൈദ്യുത ചാർജുകൾ ഉള്ളതെന്നും പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നത് എന്നും അദ്ദേഹം സമർത്ഥിച്ചു. അപ്പം 2 തരത്തിലുള്ള എന്തുണ്ട്, ചാർജുകളുണ്ട്. പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. ഈ ചാർജുകളാണ് എന്ത് ചെയ്തത്, ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നത് എന്നും സമർത്ഥിച്ച വ്യക്തിയാണ് സർ ഹംഫ്രി ഡേവി. അപ്പോൾ നമ്മളിവിടെ ഹംഫ്രി ഡേവിനെ പറ്റി പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും മൂലകങ്ങളെ വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. ഏതൊക്കെ മൂലകങ്ങളാണെന്ന് ചോദിച്ചാൽ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ബേരിയം, ബോറോൺ, സ്ട്രോൺഷ്യം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വേർതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് ഒരു ദ്രാവകത്തിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന പരീക്ഷണങ്ങളാണ് ഹംഫ്രി ഡേവി ചെയ്തിരുന്നത്. ഈ പരീക്ഷണത്തിലൂടെ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി, പദാർത്ഥങ്ങളിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള കണികകളുണ്ടെന്നും ആ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള കണികകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റു പദാർത്ഥവുമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നതെന്നും സമർത്ഥിച്ച ആളാണ് സർ ഹംഫ്രി ഡേവി. ഓക്കെ, ഇനി അടുത്ത ആളാണ് മൈക്കൽ ഫാരഡെ. മൈക്കൽ ഫാരഡെ എല്ലാവർക്കും അറിയാം, എന്താ, വൈദ്യുതിയുടെ പിതാവാണ് മൈക്കൽ ഫാരഡെ. അപ്പോൾ വൈദ്യുതിയുടെ പിതാവ് എന്നാണ് മൈക്കൽ ഫാരഡെ അറിയപ്പെടുന്നത്. സർ ഹംഫ്രി ഡേവിയുമായി ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങളിൽ ദ്രാവകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. അപ്പം ആരുമായിട്ട് ചേർന്ന് നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് ദ്രാവകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് മൈക്കൽ ഫാരഡെ കണ്ടെത്തിയത്? ഹംഫ്രി ഡേവിയുമായി ചേർന്ന് നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് മൈക്കൽ ഫാരഡെ എന്ത് ചെയ്തത്, ദ്രാവകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു തിരിച്ചറിഞ്ഞത്. വൈദ്യുതി കടത്തിവിട്ട് ചില പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തി. അപ്പോൾ ചില പദാർത്ഥങ്ങൾ എന്ത് ചെയ്യാം, വൈദ്യുതി കടത്തിവിട്ട് ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തിയ ആളാണ് മൈക്കൽ ഫാരഡെ. തുടർന്ന് ഇത് സംബന്ധിച്ച നിയമങ്ങളും, അതായത് വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്, മൈക്കൽ ഫാരഡെ ആണ്. അപ്പോൾ വൈദ്യുതിയുടെ പിതാവാണ് മൈക്കൽ ഫാരഡെ. ഹംഫ്രി ഡേവിയുമൊത്തുള്ള പരീക്ഷണത്തിലൂടെ എന്ത് കണ്ടുപിടിച്ചു, ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു കണ്ടുപിടിച്ചു. അതുപോലെ വൈദ്യുതി കടത്തിവിട്ട് ഘടകങ്ങളാക്കി എന്താക്കാൻ പറ്റും, പദാർത്ഥങ്ങളെ
ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാൻ പറ്റുമെന്ന് ആര് കണ്ടുപിടിച്ചു? മൈക്കിൾ ഫാരഡെ കണ്ടുപിടിച്ചു. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? മൈക്കിൾ ഫാരഡെ ആണ്. വൈദ്യുത വിശ്ലേഷണ നിയമം മൈക്കിൾ ഫാരഡെ. അടുത്ത ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഗ്ലീസർ. ആരാണ്? ഹെൻറിച്ച് ഗ്ലീസർ. 1857, അതായത് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനും ഗ്ലാസ് ബ്ലോവറുമായ ഹെൻറിച്ച് ഗ്ലീസർ രൂപം കൊടുത്ത ഡിസ്ചാർജ് ട്യൂബിൻ്റെ അഥവാ വാക്വം ട്യൂബിൻ്റെ ആവിർഭാവത്തോടെ വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞ ആളാണ് ആര്? നേരത്തെ നമ്മൾ പറഞ്ഞ മൈക്കിൾ ഫാരഡെ. ആരുമായിട്ടുള്ള പരീക്ഷണത്തിലൂടെ? ഹംഫ്രി ഡേവിയുമായിട്ടുള്ള പരീക്ഷണത്തിലൂടെ. ഇവിടെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഹെൻറിച്ച് ഗ്ലീസർ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് കണ്ടെത്തുകയാണ്. ഏത് കണ്ടുപിടുത്തത്തിലൂടെ? ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബ്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ഹെൻറിച്ച് ഗ്ലീസർ. ഓക്കെ, 1857 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനും ഗ്ലാസ് ബ്ലോവറുമായ ഹെൻറിച്ച് ഗ്ലീസർ രൂപം കൊടുത്ത ഡിസ്ചാർജ് ട്യൂബ്. ഏത് വർഷമാണ് അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയത്? 1857. ആരാ കണ്ടെത്തിയത്? ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഹെൻറിച്ച് ഗ്ലീസർ. അപ്പോൾ അതിലൂടെ എന്ത് കണ്ടെത്തി? വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു കണ്ടെത്തി. ഗ്ലീസറും ജൂലിയസ് പ്ലക്കറും ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങൾ പദാർത്ഥങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേഗം കൂട്ടി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മെയിൻ കണ്ടന്റ് എന്താണ്? ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയത് ഹെൻറിച്ച് ഗ്ലീസറാണ് 1857. അതിലൂടെ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു കണ്ടെത്തി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പരീക്ഷണം നടത്തിയ ആളാണ് ആര്? ജൂലിയസ് പ്ലക്കർ. അപ്പോൾ അടുത്ത് നമ്മൾ ആരായിരിക്കും പറയുന്നുണ്ടാവുക? ജൂലിയസ് പ്ലക്കർ. എന്താണ് ജൂലിയസ് പ്ലക്കറിൻ്റെ പ്രത്യേകത? വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ വൈദ്യുതി കടന്നു പോകുന്നത്. ഇത് വൈദ്യുത ഡിസ്ചാർജ് എന്നറിയപ്പെടുന്നു. നേരത്തെ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയത് ഈ ഒരു നമ്മുടെ ഹെൻറിച്ച് ഗ്ലീസറിൻ്റെ വാക്വം ട്യൂബ് കണ്ടുപിടുത്തത്തിലൂടെയാണ്. എന്നാൽ ഈ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന ഏത് രീതിയിലാണ്? താഴ്ന്ന മർദ്ദത്തിലാണ്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? വൈദ്യുത ഡിസ്ചാർജ് എന്ന് പറയുന്നു. ഇത് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ജൂലിയസ് പ്ലക്കർ. ഓക്കെ, വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം ഒരു പരിധിയിൽ കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിൻ്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കമുണ്ടതായി കണ്ടു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ പറഞ്ഞു താഴ്ന്ന മർദ്ദത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വാതകങ്ങളിലൂടെ വൈദ്യുതി ഓടുന്നത്. അപ്പോൾ ഒരു നിശ്ചിത മർദ്ദത്തിലും കുറയാണ് എന്ത് ചെയ്യും? ഈ വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് ട്യൂബിലൂടെ എന്ത് ചെയ്യുമ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുന്ന സമയത്ത് ട്യൂബിനുള്ളിലെ മർദ്ദം ഒരു പരിധിയിൽ കുറയുകയാണെങ്കിൽ വശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രത്യേക തിളക്കമുള്ളതായിട്ട് അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, ഈ തിളക്കത്തിനടുത്തൊരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കത്തിൻ്റെ സ്ഥാനം മാറുമെന്നും അദ്ദേഹം കണ്ടെത്തി. ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വന്ന തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യമുള്ളതിൻ്റെ തെളിവായിരുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ജൂലിയസ് പ്ലക്കർ പ്ലക്ക് ചെയ്യാന്ന് കണ്ടുപിടിക്കുക? എന്ത് പ്ലക്ക് ചെയ്യുക? കാന്തം വെച്ചിട്ട് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിൽ, അതായത് ഡിസ്ചാർജ് ട്യൂബിലൂടെ ഒരു താഴ്ന്ന മർദ്ദത്തിലാണ് നമ്മുടെ ഇത് ഡിസ്ചാർജ് നടക്കുന്നതെങ്കിൽ അതിന് ചുറ്റും ഒരു തിളക്കം ഉണ്ടാവുമെന്നും ആ തിളക്കത്തിൻ്റെ അടുത്ത് കാന്തം വരുന്ന സമയത്ത് ആ തിളക്കത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യിക്കാൻ പറ്റും. കാന്തം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടെത്തിയ വ്യക്തിയാണ് ജൂലിയസ് പ്ലക്കർ. അതായത് ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ജൂലിയസ് പ്ലക്കർ. ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്നും പുറത്തു വന്ന തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം ഉള്ളതിന് തെളിവായിരുന്നു എന്ന് കണ്ടെത്തിയ വ്യക്തി ആരായിരുന്നു? ജൂലിയസ് പ്ലക്കറാണ്. ഇനി അടുത്താണ് വില്യം ക്രൂക്സ്. വില്യം ക്രൂക്സ് എന്ത് ചെയ്തു? 1875 ഗ്ലീസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് വില്യം ക്രൂക്സ് നടത്തിയ പരീക്ഷണങ്ങളിൽ വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകി. അപ്പം നമ്മൾ പറഞ്ഞു ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയത് ആരാ? ഗ്ലീസറാണ്. ഹെൻറിച്ച് ഗ്ലീസറാണ് എന്ത് ചെയ്തത്? 1857 ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയത്. ആ 1857 കണ്ടെത്തിയ ഡിസ്ചാർജ് ട്യൂബിനെ 57 തിരിച്ചിട്ടാൽ 75. 1875 ആര് നവീകരിച്ചു? വില്യം ക്രൂക്സ് നവീകരിച്ചു. അങ്ങനെ ക്രൂക്സ് നടത്തിയ പരീക്ഷണങ്ങളിൽ വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകി. അതായത് കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിൽ മർദ്ദം കുറയ്ക്കുമ്പോൾ ട്യൂബിനുള്ളിൽ നിരീക്ഷിച്ച മാറ്റങ്ങളും കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനവുമാണ് ഇതിലേക്ക് നയിച്ചത്. ഇതിൻ്റെ തുടർച്ചയാണ് ആറ്റത്തെ വിഭജിക്കാമെന്നും ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മ സബ് ആറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും ഒക്കെയുള്ള കണ്ടെത്തലിലേക്ക് നയിച്ചത്. അതായത് കാഥോഡ് റേ ട്യൂബ് കണ്ടെത്തിയ വ്യക്തിയാണ് ആരാണ്? വില്യം ക്രൂക്സ്. അപ്പോൾ 1857 ആര്? ഗ്ലീസർ കണ്ടുപിടിച്ച ഡിസ്ചാർജ് ട്യൂബിനെ നവീകരിച്ച് കാഥോഡ് റേ ട്യൂബ് 1875 കണ്ടെത്തിയ വ്യക്തിയാണ് വില്യം ക്രൂക്സ്. അതായത് നമ്മുടെ ടി വിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബൊക്കെ എന്താണ്? കാഥോഡ് റേ ട്യൂബുകളാണ്. ടി വിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബൊക്കെ എന്താണ്? കാഥോഡ് റേ ട്യൂബുകളാണ്. അടുത്ത ശാസ്ത്രജ്ഞനാണ് യൂഗൻ ഗോൾഡ്സ്റ്റീൻ. യൂഗൻ ഗോൾഡ്സ്റ്റീൻ്റെ പ്രത്യേകത എന്താ?
ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് ആര്? ഗോൾഡ്സ്റ്റീൻ. അപ്പം യൂഗൻ ഗോൾഡ്സ്റ്റീൻ എന്ത് ചെയ്തു? പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം, പോസിറ്റീവ് ചാർജ് കണ്ടുപിടിച്ചിട്ടില്ല, ആ ഡിസ്ചാർജ് ട്യൂബിലൂടെയുള്ള പരീക്ഷണത്തിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ, പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് ആര്? യൂഗൻ ഗോൾഡ്സ്റ്റീൻ. 1886 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1886 ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷതകൾ പഠിച്ച് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ 1886 എന്ത് ചെയ്തു? ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോഡ് രശ്മി ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷതകൾ പഠിച്ച് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. ഓക്കെ, ഇത്തരം പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളുടെ ഫലമായി ഡാൾട്ടൻ്റെ ആറ്റോമിക് സിദ്ധാന്തത്തിനെതിരെയുള്ള ഒട്ടേറെ തെളിവുകൾ കിട്ടി. ഡാൾട്ടൻ എന്താണ് പറഞ്ഞത്? ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജിൻ്റെ കണമുണ്ടെന്ന് സാന്നിധ്യം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് യൂഗൻ ഗോൾഡ്സ്റ്റീൻ 1886. എങ്ങനെ കണ്ടെത്തിയത്? ആനോഡ് രശ്മികൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവ് ചാർജ് പഠിക്കുകയാണ് ചെയ്തത്. ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷതകൾ പഠിച്ച് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയാണ് യൂഗൻ ഗോൾഡ്സ്റ്റീൻ ചെയ്തിട്ടുണ്ടാവുക. അടുത്ത ശാസ്ത്രജ്ഞനാണ് വില്യം റോൺജൻ. ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച്, ക്രൂക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഗ്ലീസറിൻ്റെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ചിട്ടുണ്ട് 1875. അപ്പോൾ ക്രൂക്സിൻ്റെ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് വില്യം റോൺജൻ നടത്തിയ പരീക്ഷണങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയ വർഷമാണ് 1895 നവംബർ 8 എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. അപ്പോൾ എക്സ്റേ കണ്ടുപിടിച്ച ആളാണ് വില്യം റോൺജൻ. എന്തുപയോഗിച്ച്? ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച്. അപ്പോൾ ക്രൂക്സിൻ്റെ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോൺജൻ ആണ്. ഏത് വർഷം? 1895 നവംബർ 8. നോട്ട് തിരോധനം നവംബർ 8 അന്നാണ്. 1895 നവംബർ 8 എന്ത് ചെയ്തത്? നമ്മുടെ എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോൺജൻ ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച്. കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അലുമിനിയം തകിട് വെച്ച് രശ്മികളെ പ്രതിഫലിപ്പിച്ചു. അപ്പോൾ ഒരു പ്രത്യേക വികിരണം പുറത്തു വരുന്നത് കണ്ടു. അതിനെ എക്സ്റേ എന്ന് വിളിച്ചു. പിന്നീട് ഈ രശ്മികൾ എക്സ്റേ എന്ന് തന്നെ അറിയപ്പെട്ടു. പദാർത്ഥങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനത്തിനിടയിൽ അപ്രതീക്ഷിതമായാണ് ഇത്തരമൊരു കണ്ടെത്തലുകൾ ഉണ്ടായത്. വൈദ്യശാസ്ത്ര രംഗത്തും വ്യാവസായിക നിർമ്മാണ രംഗത്തുമൊക്കെ എക്സ്റേ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോൺജൻ ആണ്. കാഥോഡ് രശ്മികളെ പാതയിലൊരു അലുമിനിയം തകിട് വെച്ചിട്ടുള്ള പരീക്ഷണം നടത്തിയിട്ടാണ് എന്ത് ചെയ്തത്? വില്യം റോൺജൻ. എക്സ്റേ 1895 നവംബർ 8 കണ്ടെത്തിയത് ഏത് ട്യൂബ് ഉപയോഗിച്ച്? ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച്. അടുത്ത ആളാണ് ജെ തോംസൺ. ജെ തോംസൺ എല്ലാവർക്കും അറിയാം. എന്താണ് ജെ തോംസന്റെ പ്രത്യേകത? ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണുള്ളതെന്ന് അദ്ദേഹം തെളിയിച്ചു. അതായത് ഇലക്ട്രോണിനെ കണ്ടെത്തിയ വ്യക്തിയാണ്, നെഗറ്റീവ് ചാർജുള്ള കണത്തെ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ജെ തോംസൺ. അപ്പോൾ കാഥോഡിൽ നിന്നും വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് തെളിയിച്ച വ്യക്തിയാണ് ജെ തോംസൺ. ഓക്കെ, ഈ കണങ്ങൾക്ക് മാസും ഊർജ്ജവും ഉണ്ടെന്ന് വ്യക്തമാക്കി. അപ്പം ഒന്ന് ഇലക്ട്രോണിനെ കണ്ടെത്തി. അപ്പോൾ അതിനെന്തുണ്ട്? ആ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾക്ക് എന്തുണ്ട്? മാസും ഊർജ്ജവും ഉണ്ടെന്ന് വ്യക്തമാക്കിയ വ്യക്തിയാണ്, മാസമുണ്ട് ഊർജ്ജമുണ്ട്, ആര്? ജെ തോംസൺ. ഏത് വാതകം എടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടാകുന്നതിനാൽ എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള പൊതു ഘടകമാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ഇവ ആറ്റത്തേക്കാൾ സൂക്ഷ്മ കണങ്ങളാണെന്നും ആറ്റത്തിൻ്റെ ഭാഗമാണെന്നും തെളിയിച്ചു. അപ്പം ഒന്ന്, കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നും ആ നെഗറ്റീവ് ചാർജിനൊരു മാസ് ഉണ്ട്, ഊർജ്ജമുണ്ട്, എല്ലാ വാതകങ്ങളിലും എല്ലാ പദാർത്ഥങ്ങളിലും എന്തുണ്ട്? ഇങ്ങനെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു പൊതുവായിട്ടുള്ള കണമാണെന്നും അത് ആറ്റത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്, ആറ്റത്തേക്കാൾ ചെറുതാണെന്നാണ് ആര് കണ്ടെത്തി? ജെ തോംസൺ കണ്ടെത്തി. ഓക്കെ, അപ്പോൾ 1897 ജെ തോംസന്റെ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചു. അപ്പോൾ എപ്പോഴാണ് അംഗീകരിച്ചത്? 1897. അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1897 ജെ തോംസൺ ആണ്. അതോടെ ആറ്റത്തെ വിഭജിക്കാനാകുമെന്ന് തെളിഞ്ഞു. ആറ്റത്തിലുള്ള നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. അങ്ങനെ ഇലക്ട്രോണിനെ ജെ തോംസൺ 1897 കണ്ടെത്തുന്നതിലൂടെയാണ് ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമെന്ന് തെളിഞ്ഞത്. അടുത്ത ആളാണ് റുദർഫോർഡ് ആരാണ്? പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ കണ്ടെത്തി, അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ന്യൂക്ലിയസും കണ്ടെത്തിയ വ്യക്തിയാണ് റുദർഫോർഡ്. പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വളരെ മുന്നേ തിരിച്ചറിഞ്ഞുവെങ്കിലും ആധികാരികമായി തെളിയിച്ചത് റുദർഫോർഡാണ്. നമ്മൾ പറഞ്ഞു 1886 യൂഗൻ ഗോൾഡ്സ്റ്റീൻ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോസിറ്റീവ് ചാർജ് കണ്ടുപിടിക്കുന്ന ആരാണ്? അത് റുദർഫോർഡാണ്. അതായത് പ്രോട്ടോൺ കണ്ടുപിടിക്കുന്നത് റുദർഫോർഡാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് തെളിയിച്ച വ്യക്തിയാണ് ആര്? റുദർഫോർഡ്. വളരെ നേർത്ത സ്വർണ്ണത്തകിടിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ടാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. അപ്പോൾ നേരത്തെ നമ്മൾ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ആനോഡ് രശ്മികളിൽ നിന്നാണെങ്കിൽ ഇവിടെ ഇയാൾ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? സ്വർണ്ണത്തകിടിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ട് നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ മീൻസ് തെളിയിച്ചത്.
അപ്പോൾ സ്വർണ്ണത്തകിടിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ട് നടത്തിയ പരീക്ഷണത്തിലൂടെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്, അല്ലെങ്കിൽ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? റൂദർഫോർഡ്. എപ്പോഴാണ് കണ്ടെത്തിയത്? 1911 ന്യൂക്ലിയസ് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പം സ്വർണ്ണത്തകിടിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ട് നടത്തിയ പരീക്ഷണം. അതിലൂടെ എന്ത് ചെയ്തു? സ്വർണ്ണത്തകിടിലൂടെ പുറത്തു വരുന്ന ആൽഫ കണങ്ങൾക്ക് വൃത്താകൃതിയിൽ ക്രമീകരിച്ചൊരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ച് ഇതിൻ്റെ നിരീക്ഷണ ഫലങ്ങൾ വിശകലനം ചെയ്തിട്ടാണ് അദ്ദേഹം നിഗമനങ്ങൾ കണ്ടെത്തിയത്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചൊരു ഭാഗമുണ്ടെന്നും അദ്ദേഹം സമർത്ഥിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് റൂദർഫോർഡ്? ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും എന്താണ്? ശൂന്യമാണ്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു കേന്ദ്രമുണ്ടെന്നും സമർത്ഥിച്ച വ്യക്തിയാണ് റൂദർഫോർഡ്. ഈ കേന്ദ്രത്തെ എന്ത് പറയുന്നു? ന്യൂക്ലിയസ് എന്ന് പറയുന്നു. 1911 ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു. അപ്പോൾ ന്യൂക്ലിയസിനെ അംഗീകരിക്കുന്നത് 1911. ഓക്കെ, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം എന്ന് പഠിക്കുന്നതിന് കുറച്ചുകൂടി ബെറ്റർ. 1911 ന്യൂക്ലിയസ് കണ്ടെത്തിയത്. ആരാണ് കണ്ടെത്തിയത്? റൂദർഫോർഡാണ് കണ്ടെത്തിയത്. തുടർന്ന് അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1920 എന്ത് കണ്ടെത്തി? പ്രോട്ടോണിനെ കണ്ടെത്തി. ഓക്കെ, പോസിറ്റീവ് ചാർജിൻ്റെ കാരണമായ കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. അത് 1920 ന്യൂക്ലിയസ് ആണ് ആദ്യം കണ്ടെത്തുന്നത്. 1911 കണ്ടെത്തി. ഇതിൻ്റെ ചാർജ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യവും വിപരീതമാണെന്ന് കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം കുറേ കണ്ടെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ന്യൂക്ലിയസ്, പ്രോട്ടോൺ, അതുപോലെ പ്രോട്ടോണിൻ്റെ ചാർജ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യം. പ്രോട്ടോണിൻ്റെ ചാർജ് അതിന് മുന്നേ ഇലക്ട്രോൺ കണ്ടെത്തി ജെ തോമസൺ 1897. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യവും വിപരീതവുമാണെന്നും ആര് കണ്ടെത്തി? റൂദർഫോർഡ് കണ്ടെത്തി. അപ്പം പ്രോട്ടോണിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യം കണ്ടെത്തിയത് റൂദർഫോർഡാണ്. അതിൻ്റെ വിപരീതമാണെന്ന് കണ്ടെത്തിയത്, അതായത് വിപരീതമാണെന്നും കണ്ടെത്തിയത് ആരാണ്? റൂദർഫോർഡാണ്. പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്ന് നിർണ്ണയിച്ചു. അപ്പം ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യം, മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്ന് കണ്ടെത്തിയ ആര്? റൂദർഫോർഡ്. ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തൊരു കണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പ്രവചിക്കുകയും ചെയ്തു. അപ്പം ഒന്ന് ന്യൂട്രോണിനെ പറ്റി പ്രവചിച്ചു, 2 പ്രോട്ടോൺ കണ്ടുപിടിച്ചു, 3 ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു, 4 എന്ത് ചെയ്തു? പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ മാസിന് ഈക്വൽ ആണെന്നും പ്രോട്ടോണിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജിന് ഈക്വൽ ആണ്, എന്നാൽ ഓപ്പോസിറ്റ് ആണെന്നും ആര് കണ്ടെത്തി? റൂദർഫോർഡ് കണ്ടെത്തി. ഓക്കെ, ഏത് വർഷമാണ് ന്യൂക്ലിയസ് കണ്ടെത്തി? 1911 പ്രോട്ടോൺ കണ്ടെത്തി 1920 ഇനി അടുത്ത വ്യക്തിയാണ് ജെയിംസ് ചാഡ്വിക്ക്. എന്താ ചെയ്തേ? റൂദർഫോർഡിൻ്റെ ശിഷ്യനായിരുന്നു ആര്? ജെയിംസ് ചാഡ്വിക്ക്. ചാഡ്വിക്ക് എന്ത് ചെയ്തു? 1932 ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണിനോളം മാസ് ഉള്ളതുമായൊരു കണമുണ്ടെന്ന് തെളിയിച്ചു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ന്യൂട്രോൺ കണ്ടുപിടിച്ചു. ആ ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്ന് കണ്ടുപിടിച്ചു. പിന്നെ എന്ത് ചെയ്തു? ആ ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണോളം തന്നെ മാസ് ഉണ്ടെന്ന് തെളിയിച്ചു. ഓക്കെ, പ്രോട്ടോണിൻ്റെ അതേ മാസമാണ് ന്യൂട്രോണിന്. ചാർജ് ഇല്ലാത്തൊരു കണമുണ്ട് ന്യൂട്രോൺ എന്ന് 1932 കണ്ടുപിടിച്ച വ്യക്തിയാണ് ജെയിംസ് ചാഡ്വിക്ക്. ചാർജ് ഇല്ലാത്ത ഈ കണമാണ് ന്യൂട്രോൺ. മാസുള്ള കണങ്ങളായ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിലായതിനാൽ ഒരാറ്റത്തിൻ്റെ മാസ് മുഴുവൻ ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മാസുള്ള കണമായ പ്രോട്ടോണും മാസ് ഇല്ലാത്ത കണമായ ന്യൂട്രോണും എവിടെയാണുള്ളത്? ന്യൂക്ലിയസിലാണ്. അതുകൊണ്ട് തന്നെ ഒരാറ്റത്തിൻ്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ഏതൊരു മൂലകത്തിൻ്റെയും ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ്. ഇവയുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഒരു മൂലകത്തിൻ്റെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ മാസ് ഭയങ്കര കുറവാണ്. പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ്. അതുപോലെ ന്യൂട്രോണിൻ്റെ മാസം എന്താണ്? ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ്. കാരണം എന്ത് ചെയ്തു? ചാഡ്വിക്ക് പറഞ്ഞു ന്യൂട്രോണിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമായതുകൊണ്ട് തന്നെ ന്യൂട്രോണിൻ്റെ മാസം എന്താണ്? ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ്. ഇലക്ട്രോണിൻ്റെ മാസ് തീരെ കുറവാണെന്ന് പറഞ്ഞു. അത് ഹൈഡ്രജൻ ആറ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗമാണ് ഇലക്ട്രോണിൻ്റെ മാസ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1837 1837 ഒരു ഭാഗമാണ് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് ഇലക്ട്രോൺ, ബാക്കി 2 ന്യൂക്ലിയസിന് അകത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ആറ്റം വൈദ്യുതപരമായിട്ട് എന്താ? ഉദാസീനമാണ്. ആറ്റത്തിൽ വൈദ്യുത ചാർജുള്ള കണങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും ഉണ്ട്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ഉണ്ട്. പക്ഷേ ആറ്റത്തിന് എന്തില്ല?
ചാർജ് ഇല്ല. ആറ്റത്തിനോ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകൾക്കോ ചാർജിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ആറ്റം എന്താണ്? വൈദ്യുതപരമായിട്ട് ന്യൂട്രലാണ്. ആറ്റത്തിന് എന്തില്ല? ചാർജ് ഇല്ല. ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകൾക്ക് ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്മാത്രകൾക്കും ചാർജ് ഇല്ല. ഇനി ആറ്റം മോഡലാണ്. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ പേരാണ് സൗരയൂഥ മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനറ്ററി മോഡൽ ആരുടെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സൗരയൂഥ മാതൃക ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് റൂദർഫോർഡിൻ്റെയാണ്. ആറ്റത്തിനൊരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും റൂദർഫോർഡ് തൻ്റെ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡാണ്. ആ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ആറ്റത്തിൻ്റെ ഏറെക്കുറെ സ്വീകാര്യമായ മാതൃക നിർദ്ദേശിച്ചതും ആര് തന്നെയാണ്? റൂദർഫോർഡാണ്. ഈ മാതൃകേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൗരയൂഥ മാതൃക എന്ന് പറയുന്നത്. എന്താണ് ഈ മാതൃകയെ പറയുന്നത്? സൗരയൂഥത്തിനൊരു കേന്ദ്രമുണ്ട്. കേന്ദ്രഭാഗത്ത് എന്താണ്? സൂര്യനാണ്. അതേപോലെ ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നുണ്ട്. അതേപോലെ നമ്മുടെ ആറ്റത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്, അതാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ആര് ചുറ്റുന്നുണ്ട്? ഷെല്ലുകളിലായിട്ട് ഇലക്ട്രോണുകൾ ചുറ്റുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃക എന്ന് പറയുന്നത്. പൊതുവെ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക സ്വീകാര്യമായിരുന്നു എങ്കിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ വന്ന് പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പം ഒരു റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ ഒരു പോരായ്മയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് വെച്ച് എങ്ങനെയാണ്? ഈ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ ഊർജ്ജ നഷ്ടമായിട്ട് അത് ലാസ്റ്റ് ന്യൂക്ലിയസിൽ വന്ന് പതിക്കണം. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. അതാണ് എന്ത് ചെയ്തത്? ഈ ഒരു റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക സ്വീകരിക്കപ്പെടാൻ പറ്റാതെ പോയത്. ഇനി അടുത്തൊരു ആറ്റം മോഡലാണ് ബോർ ആറ്റം മാതൃക. അത് ആരുടെയാണ്? നീൽസ് ബോറിൻ്റെ ആറ്റം മോഡലാണ് ബോർ മാതൃക. ഓക്കെ, വ്യക്തമായ വിശദീകരണം, ആറ്റം മോഡലിന് വ്യക്തമായ വിശദീകരണം നൽകിയ വ്യക്തിയാണ് ആര്? നീൽസ് ബോർ. ഈ മാതൃക ബോർ മാതൃക എന്നറിയപ്പെടുന്നു. ആറ്റത്തിൻ്റെ സവിശേഷതകൾ ഏറ്റവും ലളിതമായി വിശദീകരിക്കാൻ ബോർ മാതൃക ഉപയോഗപ്പെടുത്തുന്നു. ആറ്റത്തിൻ്റെ ഏറ്റവും ലളിതമായ സവിശേഷതകൾ വിശദീകരിച്ചിരിക്കുന്ന ബോർ മാതൃകയിലാണ്. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ എന്ത് വിളിക്കുന്നു? ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് വിളിക്കുന്നു. അപ്പം ഈ ഒരു ബോർ മാതൃക പ്രകാരം എന്ത് പറയുന്നു? ആറ്റം സഞ്ചരിക്കുന്നത് എന്തിലൂടെയാണ്? ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റിലൂടെയാണ്. ബോർ മാതൃകയിലെ ആശയങ്ങൾ. അപ്പോൾ ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. നമ്മൾ പറഞ്ഞു ബോർ മാതൃക പ്രകാരം ആറ്റത്തിന് ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും ആറ്റം സഞ്ചരിക്കുന്നത് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റിലൂടെയാണ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ബോർ മാതൃക പ്രകാരം ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ എന്ത് പറയുന്നു? ഊർജ്ജ നിലകൾ എന്ന് പറയുന്നു. അപ്പോൾ ഷെല്ലിലൂടെയാണ് ചുറ്റുന്നത്. ഓരോ ഷെല്ലിനും അതിൻ്റേതായ ഊർജ്ജമുണ്ട്. അപ്പോൾ ആ ഷെല്ലിന് എന്ത് പറയുന്നു? ഊർജ്ജ നിലകൾ എന്ന് പറയുന്നു. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു റുദർഫോർഡിൻ്റെ മാതൃക പ്രകാരമുള്ള പോരായ്മ എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു? അവസാനം ഈ ഇലക്ട്രോൺ ഊർജ്ജം നഷ്ടപ്പെട്ടിട്ട് ന്യൂക്ലിയസിൽ വന്ന് പതിക്കണമായിരുന്നു. റുദർഫോർഡിൻ്റെ മാതൃക പ്രകാരം. എന്നാൽ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഓരോ ഷെല്ലിനും അതിൻ്റേതായ ഊർജ്ജമുണ്ട്. അപ്പോൾ ആ ഷെല്ലിൽ അത് പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോ ഷെല്ലിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റേതായ ഊർജ്ജമുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നില്ല? ഏത് ഷെല്ലിലാണോ കറങ്ങുന്നത് ആ ഷെല്ലിൽ കറങ്ങുന്നിടത്തോളം കാലം അതിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരികയാണ് ചെയ്യുക. കാരണം എന്താ? ന്യൂക്ലിയസിലോട്ടാണ് ആകർഷണം. അകലത്തിലോട്ട് പോകുന്തോറും ആകർഷണ ബലം കുറയുകയും ഊർജ്ജം കൂടി വരികയും ചെയ്യുന്നു. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 എന്നീ നമ്പർ നൽകിയോ KLMNO എന്നീ പേരുകൾ നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. ഓക്കെ, എന്താണ് മാസ് നമ്പർ? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം. ഒരാറ്റത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ എന്തുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ആ ന്യൂക്ലിയസിനുള്ളിലുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ A എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണെന്ന് പറഞ്ഞു. അതുപോലെ ആറ്റം ചേർന്നുണ്ടാകുന്ന തന്മാത്രകളും എന്താണ്? ചാർജ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാണ്. അപ്പം ആറ്റം വൈദ്യുതപരമായി ഉദാസീനമായതിനാൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എന്താണ്? തുല്യമാണ്. പ്രോട്ടോണും ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യമാണ്. ഓക്കെ, അതിനാൽ ഒരാറ്റത്തെ സംബന്ധിച്ച് പ്രോട്ടോണിൻ്റെ എണ്ണം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഇത് സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് എന്തിൻ്റെ എണ്ണമാണ്? പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. പ്രോട്ടോൺ ന്യൂട്രോണും കൂടി ചേർന്ന് എന്തായി? മാസ് നമ്പറായി. അത് ക്യാപിറ്റൽ A വെച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ പ്രോട്ടോണിൻ്റെ ആകെ എണ്ണത്തെയാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. Z എന്ന് പറഞ്ഞിട്ടാണ് സൂചിപ്പിക്കുന്നുണ്ടാവുക.
അപ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായതുകൊണ്ട് ഒന്നെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ. എന്നാൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു പ്രോട്ടോണുകളുടെ എണ്ണത്തെയും ന്യൂട്രോണിൻ്റെ എണ്ണത്തെയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാസ് നമ്പർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ മാസ് നമ്പറിനോട് ആറ്റോമിക് നമ്പർ കുറച്ചാൽ എന്ത് കിട്ടും? ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. അതായത് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സമ്മാണ്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ്. അപ്പം മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. മൗലിക കണങ്ങളായ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയ്ക്ക് പുറമെ മറ്റ് ചില സൂക്ഷ്മകണങ്ങൾ കൂടി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? മീസോണുകളുണ്ട്, ന്യൂട്രീനോ ഉണ്ട്, ആൻറ്റി ന്യൂട്രീനോ ഉണ്ട്, പോസിട്രോൺ ഒക്കെ ഉണ്ട്. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² ആയിരിക്കും ഒരു ഷെല്ലിൽ. അതായത് KLMN എന്നീ ഷെല്ലുകളുണ്ട്. കെയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? 2n². n എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ സംഖ്യ. K ഒന്നാമത്തെ ആയതുകൊണ്ട് K 2 × 1² 2 തന്നെയാണ്. അതായത് കെയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോൺ 2 എല്ലിലാണെങ്കിൽ അത് 8 ആവും, എമ്മിലാണെങ്കിൽ 18 ആവും, എന്നിലാണെങ്കിൽ അത് 32 ആവും. എന്താണ് ഐസോടോപ്പ്? ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പ്, അതായത് ഐസോടോപ്പിൽ ആറ്റോമിക നമ്പർ തുല്യവും മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കും. അപ്പം ഈ ആറ്റോമിക നമ്പർ സെയിമും മാസ് നമ്പർ വ്യത്യസ്തമാവാൻ എന്താണ് മാറ്റം വരുന്നുണ്ടാവുക? അതിലെ ന്യൂട്രോണുകളുടെ എണ്ണത്തിനുണ്ടാകുന്ന മാറ്റമാണ് എന്തുണ്ടാവുന്നത്? ഐസോടോപ്പുകൾ ഉണ്ടാവാൻ കാരണമാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം മുതലായവ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പ്രോട്ടിയത്തിൻ്റെ മാസ് നമ്പർ 1, എന്നാൽ ഡ്യൂട്ടീരിയത്തിൻ്റെ മാസ് നമ്പർ 2, ട്രിഷ്യത്തിൻ്റെ മാസ് നമ്പർ 3. അതായത് ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രോട്ടിയമാണ്. ഒരു ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡ്യൂട്ടീരിയവും, 2 ന്യൂട്രോൺ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ട്രിഷ്യവുമാണ്. മൂലകത്തിൻ്റെ ഐസോടോപ്പുകൾ തമ്മിൽ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട് എങ്കിലും അവയുടെ രാസ സ്വഭാവം ഒരുപോലെയാണ്. കാരണം എന്താ? ആറ്റോമിക നമ്പർ സെയിമും മാസ് നമ്പർ വ്യത്യസ്തവുമാണ്. അപ്പോൾ അവിടെ എന്താണ്? ഭൗതിക സ്വഭാവത്തിൽ മാറ്റമുണ്ടാവാം ഐസോടോപ്പുകൾക്ക്, എന്നാൽ രാസ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ഒരുപോലെയാണ്. ചോദിക്കാം, ഐസോടോപ്പുകൾക്ക് രാസ സ്വഭാവം ഒരുപോലെയാണ്, ശരിയോ തെറ്റോ എന്നുള്ള പ്രസ്താവനകളിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ രാസ സ്വഭാവം ഒരുപോലെയാണ്, ഭൗതിക സ്വഭാവത്തിലേ മാറ്റം ഉണ്ടാകുന്നുള്ളൂ. ഐസോടോപ്പുകൾ തിരിച്ചറിയുന്നതിന് പേരിനൊപ്പം മാസ് നമ്പർ കൂടി പറയേണ്ടതുണ്ട്. ഐസോടോപ്പ് മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? മാസ് നമ്പറിലെ വ്യത്യാസമാണ് ഐസോടോപ്പ്. അപ്പം നമ്മുടെ പേരിൻ്റെ ഒപ്പം മാസ് നമ്പർ കൂടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഐസോടോപ്പ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കാർബണിൻ്റെ ഐസോടോപ്പുകളാണ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഈ 12, 13, 14 എന്നൊക്കെ പറയുന്നത് എന്താണ്? അതിൻ്റെ മാസ് നമ്പറാണ്. ഓക്കെ. ഇനി ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. നമ്മൾ പറഞ്ഞു പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അപ്പോൾ ഡ്യൂട്ടീരിയം നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രോട്ടിയത്തിൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കാർബണിൻ്റെ ഐസോടോപ്പാണ് 14. കാർബൺ 14 എന്ന് പറയുന്നത് കാർബൺ ഐസോടോപ്പാണ്. ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുതകളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാർബൺ 14. അപ്പോൾ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ 14, കാർബൺ 14 ആണെന്ന് ഓർത്തിരിക്കാം. ചോദിച്ചിട്ടുണ്ട്, 2-3 തവണ ചോദിച്ചിട്ടുണ്ട്, ഈ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പാണ് കാർബൺ 14. ഇനി ഫോസ്ഫറസിൻ്റെ ഒരു ഐസോടോപ്പാണ് ഫോസ്ഫറസ് 31. എന്തിനാണ് ഉപയോഗിക്കുന്നത്? സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ സസ്യങ്ങളുടെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ഫോസ്ഫറസ് 31. കാലപ്പഴക്കം കണ്ടുപിടിക്കാൻ കാർബൺ 14. ആണവ നിലയങ്ങളിൽ ഡ്യൂട്ടീരിയം ഉപയോഗിക്കുന്നു. ഓക്കെ. ഇനി അയഡിൻ 131, കൊബാൾട്ട് 60 എന്നിവ വൈദ്യശാസ്ത്ര രംഗത്തെ ക്യാൻസർ, ട്യൂമർ മുതലായ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്നു. അപ്പോൾ ക്യാൻസർ, ട്യൂമറിന് ഉപയോഗിക്കുന്നതാണ് അയഡിൻ 131, കൊബാൾട്ട് 60. അയഡിൻ 131, കൊബാൾട്ട് 60 എന്തിനു ഉപയോഗിക്കുന്നു? ക്യാൻസർ, ട്യൂമറിന് ഉപയോഗിക്കുന്നു. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. ആണവ നിലയത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോടോപ്പാണ് യുറേനിയം 235. യുറേനിയം 235. നമ്മൾ ഐസോടോപ്പ് എന്താണെന്ന് പറഞ്ഞു. എന്താ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ് നമ്പർ വ്യത്യസ്തപ്പെടുന്നതാണ് ഐസോടോപ്പ് എന്നാണ് പറഞ്ഞത്. ആറ്റോമിക് നമ്പർ സെയിം ആണ്. എന്നാൽ എന്താണ് ഐസോബാർ? ഒരേ മാസ് നമ്പറും
വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാർ എന്ന് വിളിക്കുക. താഴെ എഴുതുന്നത് എന്താണ്? ആറ്റോമിക നമ്പറും മുകളിൽ എഴുതുന്നത് മാസ് നമ്പറുമാണ്. അപ്പം മുകളിലുള്ളത്, അതായത് ടോപ്പിലുള്ളത് മാറുകയാണെങ്കിൽ അത് ഐസോടോപ്പ് എന്ന് പഠിക്കാം. താഴെ ബാറിലുള്ളത് മാറുകയാണെങ്കിൽ അത് ഐസോബാർ എന്ന് പഠിക്കാം. അപ്പോൾ താഴെ എന്താ? ആറ്റോമിക നമ്പറാണ്. അപ്പോൾ ഇവിടെ ഐസോബാറിൽ എന്താ മാറുന്നത്? ആറ്റോമിക നമ്പർ മാറുകയും മാസ് നമ്പർ സെയിം ആയിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറാണെങ്കിൽ അതിനെന്ത് പറയുന്നു? ഐസോബാർ എന്ന് പറയുന്നു. ഓക്കെ, ഐസോബാറുകൾക്ക് ഉദാഹരണമാണ് കാർബൺ അല്ല, കാൽസ്യത്തിൻ്റെ മാസ് നമ്പർ 40ആണ്, ആർഗണിൻ്റെ മാസ് നമ്പർ 40ആണ്. പക്ഷേ ആറ്റോമിക നമ്പറിൽ മാറ്റമുണ്ട്. എന്നാൽ എന്താണ് ഐസോട്ടോൺ? ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെ, ന്യൂട്രോൺ സെയിം ആണെങ്കിൽ ആ ആറ്റത്തെ പറയുന്നതാണെന്ത്? ഐസോട്ടോൺ. ന്യൂട്രോൺ സെയിം ആണെങ്കിൽ ആറ്റത്തെ പറയുന്നത് ഐസോട്ടോൺ. എങ്ങനെ നമുക്ക് ഐസോട്ടോണുകൾ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ ഇവിടെ സോഡിയം തന്നിട്ടുണ്ട്, കാർബൺ തന്നിട്ടുണ്ട്. രണ്ടിൻ്റെ ആറ്റോമിക നമ്പറും ഡിഫറൻ്റ് ആണ്, മാസ് നമ്പറും വ്യത്യസ്തമാണ്. സോഡിയം അല്ല, നൈട്രജൻ തന്നിട്ടുണ്ട്, കാർബൺ തന്നിട്ടുണ്ട്. അപ്പോൾ നൈട്രജൻ്റെ ആറ്റോമിക നമ്പർ 7ഉം കാർബണിൻ്റെ ആറ്റോമിക നമ്പർ 6ഉമാണ്, മാസ് നമ്പർ 15ഉം 14ഉമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് താഴെ ബാറിൽ സെയിം വരികയാണെങ്കിൽ എന്താണ്? ബാറിൽ മാറ്റം വരികയാണെങ്കിൽ ഐസോബാർ, ടോപ്പിൽ മാറ്റം വരികയാണെങ്കിൽ ഐസോടോപ്പ്. പക്ഷെ ഇവിടെ 2 മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ പറഞ്ഞു മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറച്ചാൽ നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. ഇവിടെ നൈട്രജൻ്റെ 15ആണ് മാസ് നമ്പർ, 7ആണ് ആറ്റോമിക നമ്പർ. അപ്പോൾ 15 നിന്ന് 7 പോയാൽ എത്ര കിട്ടും? 8. അതാണ് ന്യൂട്രോണിൻ്റെ എണ്ണം. കാർബൺ ആണെങ്കിൽ 14ആണ് മാസ് നമ്പർ, 6ആണ് ആറ്റോമിക നമ്പർ. 14 6 കുറച്ച് എന്ത് കിട്ടും? 8 കിട്ടും. അപ്പോൾ രണ്ടിൻ്റെയും ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമാണ്. അപ്പം അതിനെന്ത് പറയുന്നു? ഐസോട്ടോൺ എന്ന് പറയുന്നു. ഐസോബാറും ഐസോട്ടോണും ഒക്കെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. ഐസോബാറും ഐസോട്ടോണൊക്കെ എന്താണ്? വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. ഇനി ഒരു പോയിന്റും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ കഴിയാണ്. ഹിഗ്സ് ബോസോൺ എന്ന ദേവഗണം ജീവശാസ്ത്രത്തിലെ പരിണാമ സിദ്ധാന്തം പോലെ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പം പരിണാമ സിദ്ധാന്തം പോലെ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിദ്ധാന്തമാണെന്ത്? സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. ഇതനുസരിച്ച് ഫെർമിയോൺ എന്ന് വിശേഷിക്കപ്പെടുന്ന പദാർത്ഥങ്ങളും ബോസോൺ എന്ന് പറയുന്ന ഊർജ്ജവാഹിനികളും ഉണ്ട്. അപ്പം സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്ത പ്രകാരം ഊർജ്ജവാഹിനികളാണ് ഏത്? ഊർജ്ജവാഹിനികളാണ് ഫെർമിയോണുകൾ. ചെറിയൊരു തിരുത്തുണ്ട്. ഫെർമിയോൺ എന്ന പദാർത്ഥ ഘടകങ്ങളും ബോസോൺ എന്ന ഊർജ്ജവാഹിനികളും ആണ് എന്തിന് പറയുന്നത്? സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തത്തിൽ പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഊർജ്ജവാഹിനികൾ ബോസോണുകളാണ്. ഇവർ ഉൾപ്പെടുന്ന 17 മൗലിക കണങ്ങൾ ചേർന്നതായിട്ടാണ് പ്രപഞ്ചം രൂപപ്പെട്ടെന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തത്തിൽ പറയുന്നത്. അപ്പോൾ 17 മൗലിക കണം, ബോസോണും അതുപോലെ തന്നെ ഫെർമിയോണും അടങ്ങിയിട്ടുള്ള 17 മൗലിക കണങ്ങൾ ഉൾപ്പെട്ടിട്ടാണ് പ്രപഞ്ചം രൂപം കൊണ്ടതെന്നാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്ത പ്രകാരം പറയുന്നത്. കണികകൾക്ക് മാസ് ലഭിക്കുന്നത് എപ്രകാരമാണെന്ന് സമീപകാലം വരെ വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ മാസ് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. അതിനായി മുന്നോട്ട് വയ്ക്കപ്പെട്ട അടിസ്ഥാന കണമാണ് ഹിഗ്സ് ബോസോൺ. അപ്പം മാസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറയാൻ വേണ്ടി മുന്നോട്ട് വെച്ച അടിസ്ഥാന കണമാണെന്ത്? ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. 2012 ജൂലൈ 4 സ്റ്റാൻഡേർഡ് മോഡൽ പ്രവചിച്ചതിന് സമാനമായി ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയതായി ജനീവയിലെ സേൺ ലബോറട്ടറിയിൽ ശാസ്ത്രജ്ഞർ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഒരു ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയത് എപ്പോഴാണ്? 2012 ജൂലൈ 4 ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയത്. എന്തിന് സമാനമായി? സ്റ്റാൻഡേർഡ് മോഡൽ പ്രവചിച്ചതിൻ്റെ സമാനമായിട്ട് ഹിഗ്സ് ബോസോൺ 2012 ജൂലൈ 4 ജനീവയിലെ സേൺ ലബോറട്ടറിയിൽ കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഇത് ഈ ഹിഗ്സ് ബോസോണിനെയാണ് ദേവഗണം എന്ന് പറയുന്നത്. ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയ ആളാണ് ആര്? പീറ്റർ ഹിഗ്സ്. അദ്ദേഹത്തിന് 2013 എന്ത് കിട്ടിയിട്ടുണ്ട്? ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് പറയാനുള്ള കാരണം ഹിഗ്സ് ബോസോൺ കണ്ടുപിടിച്ച പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. റീസെൻ്റ്ലി അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് നൊബേൽ കിട്ടിയ വർഷം 2013 കാരണം 2012 ജൂലൈ 4 ഹിഗ്സ് ബോസോൺ കണ്ടുപിടിക്കുന്നത് സേൺ ലബോറട്ടറിയിൽ ജനീവയിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിന് അതിൽ 2013 എന്ത് ചെയ്തിട്ടുണ്ട്? ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാ? മൈക്കൽ ഫാരഡേ ആണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃകയാണെങ്കിൽ റൂദർഫോർഡ് ആണ്. ആറ്റ സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. കുറച്ച് ലെങ്തിയാണ് വീഡിയോ എന്നറിയാം, എന്നാലും ഇതൊരു വലിയ ചാപ്റ്ററാണ്. ആറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തത് നമുക്ക് പഠിക്കാവുന്നതാണ്.